ഇവിടെ പൂജയ്ക്കായിട്ട് ആരുമില്ല, പൂജ കർമ്മം ചെയ്യാനായിട്ട് ആരുമില്ല. വരുന്നു അവരവരുടെ വഴിപാടുകൾ അവരവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യുകയാണ്. അവർക്ക് വരുന്ന പ്രയാസങ്ങൾ നേരിട്ട് പറയും. ഇടനിലക്കാരൊന്നുമില്ല ഇവിടെ. ഗുരുവേ ശരണം ഗുരുവേ ശരണം പ്രദോഷ ശിവനായന്മാ ശരണം ഗുരുവേ ശരണം ഗുരുവേ ശരണം പ്രദോഷ ശിവനായൻ 400 വർഷങ്ങളല്ല, അതിലൊക്കെ മേളിൽ ഇതിന് പഴക്കമുണ്ട്. പക്ഷെ അത് കൃത്യമായ ഒരു രേഖ നമ്മുടെ കയ്യിലില്ല. അന്നത്തെ കാലമല്ലേ. വഴിപാടെന്ന് പറയാൻ നമുക്ക് അങ്ങനെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇറച്ചിയായാലും വരും, മീനായാലും ചുട്ട മീൻ വരും, ചുട്ട കാപ്പ വരും, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടുത്തെ വഴിപാടാണ്. ഇന്നൊന്നും നമുക്ക് പറയാനില്ല. നമ്മളോട് ഒന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നത് പറയത്തുമില്ല. അവനൊന്നും ഇഷ്ടമുള്ള മനസ്സിൽ തോന്നുന്നു എന്തോ അത് ചെയ്യുക. നമസ്കാരം. പൂജാരിയോ മന്ത്രമോ തന്ത്രമോ ഒന്നുമില്ലാത്തൊരു ക്ഷേത്രം. ജാതിമത വ്യത്യാസമില്ലാതെ ആർക്കും ഈ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിക്കാം, വഴിപാട് നടത്താം. എന്തെങ്കിലും മോഷണം പോവുകയോ നഷ്ടമാകുകയോ ചെയ്താൽ ഇവിടെ എത്തി പ്രാർത്ഥിച്ച് വഴിപാട് നടത്തിയാൽ ഉടൻ അത് തിരികെ ലഭിക്കുമെന്നാണ് വിശ്വാസം. അയിരൂർ കാഞ്ഞൂറ്റുകരയിലുള്ള പാലൻ പുലയ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ പാലൻ മൂപ്പന് ഒരു നാടിന് തന്നെ കാവൽക്കാരനായതിന് പിന്നിൽ വലിയൊരു ഐതിഹ്യമുണ്ട്. ഏതാണ്ട് 400 വർഷത്തിലധികം പഴക്കമുള്ള ഒരു ഐതിഹ്യമാണ് ഇവിടെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതി അംഗം കൂടിയായ ഗീതാകുമാർ കൊച്ചുമഞ്ചേട്ടൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൂജയ്ക്കായിട്ട് ആരുമില്ല, പൂജ കർമ്മം ചെയ്യാനായിട്ട് ആരുമില്ല. വരുന്നു അവരവരുടെ വഴിപാടുകൾ അവരവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യുകയാണ്. അവർക്ക് വരുന്ന പ്രയാസങ്ങൾ നേരിട്ട് പറയും. ഇടനിലക്കാരൊന്നുമില്ല ഇവിടെ. നേരിട്ട് തന്നെ അപ്പോഴോട് കാര്യങ്ങൾ പറയും, പ്രയാസങ്ങൾ പറയുന്നു, അവർ വഴിപാട് ചെയ്യുന്നു, പോകുന്നു. ഇതാണ് ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നത്. ഇവിടെ പൂജാരിയൊന്നുമില്ല. ഇവിടെ വരുന്നത് എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും വരുന്നുണ്ട്. ഇന്നാരും നമുക്ക് പറയാനില്ല, ആരും വരരുതെന്നും പറയാറില്ല. എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം എന്താണ്? ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 400 വർഷങ്ങളല്ല, അതിലൊക്കെ മേളിൽ ഇതിന് പഴക്കമുണ്ട്. പക്ഷെ അത് കൃത്യമായ ഒരു രേഖ നമ്മുടെ കയ്യിലില്ല. അന്നത്തെ കാലമല്ലേ. ഇത് ചിറ്റേടത്ത് തറവാട്ടിലെ കൃഷിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരു പാലംപുരയൻ എന്ന് പറഞ്ഞ ഒരു പണ്ട് ഈ അടിയാനും തമ്പുരാനന്തം അങ്ങനെയൊക്കെയുള്ള ഇത് തീണ്ടലും തൊടിലും ഒക്കെ ഉള്ള കാലമല്ലേ. ആ കാലത്ത് നമ്മുടെ ഈ 100 ഏക്കർ കൂടുതൽ സ്ഥലം ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം നോട്ടം നടത്തിക്കൊണ്ടിരുന്നെല്ലാം ഈ പാലംപുരയനും അവരുടെ ആൾക്കാരും കൂടായിരുന്നു. ഇതെല്ലാം ഇവിടെ കൂടുതലും വനമൊക്കെയായിരുന്നു അന്ന്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ പുള്ളിക്ക് ഇവിടുന്ന് കണ്ട ഒരു നിധി കിട്ടിയെന്നാണ് പറയുന്നത്. ആ നിധി മത്തങ്ങയ്ക്കകത്താക്കിയിട്ട് അന്ന് ഇവിടെ കുടുംബം അക്കരയാണ്, വലിയ പമ്പയാറിനക്കരയാണ്. ഇവിടുന്ന് അവിടെ പമ്പയാറിൻ്റെ അവിടെ ചെന്നിട്ട് തമ്പുരാനെ വിളിക്കുകയും തമ്പുരാനെ അത് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. അല്ലാതെ പുള്ളിയെ സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് പോകല്ലേ. കാരണം അവരെ ഏൽപ്പിക്കുക. നിധി എന്തോ സ്വർണ്ണം നമ്മൾ കണ്ടിട്ടില്ല. നിധി കാരണം അവരെ ഏൽപ്പിക്കുകയാണ്. ഏൽപ്പിച്ചതിന് ശേഷം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് നിറച്ച ആഹാരങ്ങൾ കൊടുക്കുക, ഇതൊക്കെ അന്നത്തെ ഇത്. അങ്ങനെ പുള്ളിയെ തൃപ്തിപ്പെടുത്തി വിട്ടു. ഇങ്ങനെ കൃഷിയൊക്കെ നോക്കിക്കൊണ്ടിരുന്ന കാലങ്ങളായിട്ട് കൃഷി നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ പുള്ളിയെ കടുവായിട്ട് ആക്രമണമുണ്ട്. അങ്ങനെ കടുവായിട്ട് മൽപ്പിടുത്തം ഉണ്ടാകുകയും കടുവ ഈ പാലംപുരേനെ അടിക്കുകയും പുള്ളിയുടെ ഒരു കൊടുവാളുണ്ടായിരുന്നു. ആ കൊടുവാൾ വെച്ച് കടുവയെ വെട്ടി 2 പേരും ഒരിടത്ത് ചത്ത് കിടന്നു. അതങ്ങനെ വന്ന് കാലക്രമേണ ഇങ്ങനെ കുറേ കാലങ്ങളായി കഴിഞ്ഞ് കുടുംബത്ത് പല അനർത്ഥങ്ങളുണ്ടാകുന്നു. അനർത്ഥങ്ങളുണ്ടാകാൻ തുടങ്ങിയപ്പോൾ അന്നേരം അവിടെ ദേവപ്രശ്നം വെച്ചപ്പം പുള്ളി ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നു. പുള്ളിക്ക് ഒരു ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കണം. നമുക്ക് ദോഷത്തിനല്ല എന്നും നമുക്കൊരു കാവലായിട്ടൊരാളുണ്ടാവും എന്നും പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഈ സ്ഥാനത്തൊരു പ്ലാവ് ഉണ്ടാകും. പ്ലാവിൻ്റെ വീട്ടിൽ കൂടി ഇരുത്തി വിളക്കെത്തിക്കുകയായിരുന്നു എൻ്റെ പണ്ടത്തെ ചടങ്ങ്. അതങ്ങനെ പിന്നെ പുള്ളിക്ക് അന്ന് നടത്തിക്കൊണ്ട് വെള്ളം കുടി എന്നും പറഞ്ഞാൽ അന്ന് ഈ വെള്ളം കുടി എന്ന് പറഞ്ഞാൽ കരിക്കും അല്ലെ കള്ളവും എല്ലാം കൊണ്ടുവന്നിട്ട് പുള്ളി വെള്ളം കുടി ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ മുറുക്കാൻ ഇതൊക്കെ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഇങ്ങനെ മാറി വന്നപ്പം ഇത് 3ാമത്തെ പ്രതിഷ്ഠയാണ്. നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന കുമ്പിളിലായിരുന്നു. അത് കേട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ തേക്ക് പുതിയതായിട്ട് തേക്ക് തടിയിലാണ് പണിയുന്നത്. ഈ തേക്ക് തടി പണിഞ്ഞുകൊണ്ട് വന്നപ്പോൾ കൂപ്പിലെ വലിയൊരു തടി എടുത്ത് മില്ലിൽ പോയി നമ്മളെല്ലാം നോക്കി നല്ല ഒരു കേടും ഇല്ലാത്ത ഒരു തടി നോക്കിയെടുത്ത് ഇത് പണിഞ്ഞതാണ്. പക്ഷേ കറക്റ്റ് പണി വന്നു കഴിഞ്ഞപ്പം കടുവ പിടിച്ച ഭാഗത്ത് വന്നിട്ട് തടിക്ക് കേടാണ്. അത് കാണാതിരിക്കാൻ വേണ്ടി കേട് കാണാതിരിക്കാൻ വേണ്ടി അതിൻ്റെ പുറകിലൊരു ചെല്ലം പോലെ മുറുക്കാൻ ചെല്ലം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്ന് ആ ശില്പിയുടെ ഒരു ഇതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പുള്ളി ഉണ്ടാക്കാൻ തുടങ്ങിയ സമയം മുതൽ പുള്ളിയെ വീട്ടിലിരുത്തിയില്ല. കാര്യം പണി തീർക്കണം. പുള്ളി കിടന്നുറങ്ങാൻ പുള്ളിയെ സമ്മതിക്കും. അങ്ങനെ പുള്ളിയോട് പുള്ളിയെ പെട്ടെന്ന് തീർത്ത് എല്ലാം കഴിഞ്ഞ് പുള്ളി ഏതാണ്ട് ഒരു വിളക്ക് എത്തിക്കുകയോ ഏതാണ്ട് കഷ്ടിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഒരു കത്തും എന്നോട് ഞങ്ങളോട് വിളിച്ച് പറഞ്ഞു ദൈവത്തെ വെറുതെ എടുത്തുകൊണ്ട് പോകുന്നു, രക്ഷയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ മുറിക്കകത്ത് കൊണ്ട് വെച്ചിട്ട് പിന്നെ കൊണ്ട് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇതിൻ്റെ
എല്ലാ മതവിഭാഗത്തിലുള്ള ആളുകളും ഇവിടെ എത്താറുണ്ട്. എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരുന്നുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട വഴിപാടുകളൊക്കെ? വഴിപാടെന്ന് പറയാൻ നമുക്ക് അങ്ങനെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയാൻ പറ്റത്തില്ല. മനുഷ്യൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഇവിടെ വഴിപാടാണ്. ഇറച്ചിയായാലും വരും, മീനായാലും ചുട്ട മീൻ വരും, ചുട്ട കാപ്പ വരും, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടുത്തെ വഴിപാടാണ്. ഇന്നൊന്നും നമുക്ക് പറയാനില്ല. നമ്മളോട് ഒന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നത് പറയത്തുമില്ല. അവനൊന്നും ഇഷ്ടമുള്ള മനസ്സിൽ തോന്നുന്നത് എന്തോ അത് ചെയ്യുക. ക്ഷേത്രപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ അങ്ങനെ നടത്താറുണ്ട് എന്തെങ്കിലും? ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ സാറിന് രാവിലെ വൈകിട്ടും വിളക്ക് കത്തിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വിടുക എന്നുള്ളേ ഉള്ളൂ. ബാക്കിയെല്ലാം വരുന്നവർ തന്നെയാണ്. അവർ തന്നെ വന്ന് വഴിപാട് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, പോകുന്നു. സംശയങ്ങൾ വല്ലതും ഉണ്ട് നമ്മൾ പ്രതിഷ്ഠാവാർഷികം ഡിസംബർ 18-ാം തീയതി, എല്ലാ വർഷവും ഡിസംബർ 18-ാം തീയതി വാർഷികമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതും ഈ പുനഃപ്രതിഷ്ഠ ചെയ്തതിൻ്റെ ഡേറ്റ് അറിയത്തുള്ളൂ. ആ ഡേറ്റ് വെച്ച് ഡിസംബർ 18 എല്ലാ മാസം, നാളല്ലെന്ന് അങ്ങനെ എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഈ പ്രധാനമായിട്ടും എന്തിനാണ് ആളുകളൊക്കെ ഇവിടെ വരാറുള്ളത് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ കാര്യത്തിനും വരുന്നുണ്ട്. പോയിച്ച് തിരിച്ചാൽ സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായ എന്ത് കാര്യം പറയാനും ഇവിടെ വരുന്നുണ്ട്. മോഷണ വസ്തുവും സാധാരണ രീതിയിൽ നമ്മൾ മോഷണം പോയ സാധനം കിട്ടാൻ വളരെ പാടാണ്. പിന്നെ ബാക്കി കളഞ്ഞു പോകുന്നു അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം മിക്കവാറും പേരും വരുന്നതുകൊണ്ട് വളരെ വഴിപാട് ചെയ്യുന്നതുകൊണ്ട് കാര്യങ്ങൾ സാധിക്കുന്നുണ്ട്. സാധിക്കാത്തതും കാണുമായിരിക്കും, നമുക്ക് അറിയത്തില്ല. പക്ഷേ സാധിക്കുന്നതും കാണും. ഒത്തിരി ആൾക്കാർ. ഈ നാടിന് തന്നെ വലിയൊരു ഐശ്വര്യമാണ്. നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തു നിന്നൊക്കെ സ്ഥിരം ആൾക്കാർ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടായിരുന്നു. സ്ഥിരം ആൾക്കാർ വരുന്നുണ്ട്. ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ എങ്ങനെയാണ്? ഒറ്റ സമയത്ത് ഒരു ഊളടിച്ച് വരിക എന്നുള്ളത് അത് വരുന്ന സ്ഥലത്തിൻ്റെ അനുസരിച്ചല്ലേ. ഇപ്പം തിരുവനന്തപുരം സൈഡിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ കോഴഞ്ചേരി വന്നിട്ട് അവരിങ്ങോട്ടേക്ക് പോരും. പിന്നെ തിരുവല്ല എന്നൊക്കെ വരാൻ തടിയൂർ വന്നിട്ട് ഇങ്ങോട്ട് പോരാം. പല വഴികൾ കിടപ്പുണ്ടല്ലോ. അതിൽ പുല്ലാട്ട് വന്നിട്ട് ഇങ്ങോട്ട് പോരാം. അങ്ങനെ ഒത്തിരി വഴികളാണ്. ചെറുപ്പുഴ വന്നിട്ട് ഇങ്ങോട്ട് പോരാം. ഇതാരാണ് ഈ ഭരണസമിതിയുടെ ആളുകളൊക്കെ? അത് നിങ്ങൾ കുടുംബം തന്നെ? കുടുംബത്തിലെ ആൾക്കാർ തന്നെയാണ്. അതിലൊരു ട്രഷറർ കണ്ടാൽ പോകുന്നത്. ഇപ്പോൾ എന്താ പറയുക, ഇപ്പം ഈ ക്ഷേത്രങ്ങളിലൊക്കെ ബ്രാഹ്മണിക്കൽ ഹിജ്മണി എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഇതൊക്കെയാണ് ഉള്ളത്. അപ്പം അതിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. പരിപാടിയേ ഇല്ല. അവർക്ക് ഇതിനകത്ത് യാതൊരു അവകാശവും. വളരെ അധികം വിശ്വാസമാണ്. എല്ലാ ആൾക്കാർക്കും വിശ്വാസമാണ്. എല്ലാ ആൾക്കാരും നാടിന് തന്നെ എല്ലാവർക്കും വിശ്വാസമാണ്. അതൊക്കെ പിന്നെ വന്ന് നല്ല തിരക്കുള്ള ദിവസമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാം എന്തെല്ലാം ആൾക്കാർ വരുന്നുണ്ടെന്ന്, എന്താ ഇതാണെന്നൊക്കെ. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഭയങ്കര ആളായിരുന്നു. നാടിന് തന്നെ ഒരു കാവൽക്കാരനായിട്ട് തന്നെയാണ് പാലൻ മൂപ്പൻ. അതെ. നാടിന് കാവലായിട്ട് തന്നെ. പിന്നെ പുള്ളിയെ കളിയാക്കാനൊന്നും പറ്റത്തില്ല. അതിൻ്റെ വേണം അന്നേരം. രാവിലെ എത്ര മണിക്കാണ് തുടക്കുന്നത്? വിളക്ക് എത്തിക്കുന്ന ഒരു 6-7 മണിക്ക് മുന്നേ തുറക്കും. 7 മണിക്ക് അമ്പലത്തിൽ തുറന്നെല്ലാം ക്ലിയറായി കഴിഞ്ഞാൽ ഒരു 11 മണി വരെ അമ്പലം തുറന്നിരിക്കും. പിന്നെ അഥവാ അത്യാവശ്യം ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ നമ്മളിവിടെ കടയുള്ളതുകൊണ്ട് തുറന്നു കൊടുക്കും. ഒരു 12:30 ആകുമ്പോൾ വീട്ടിൽ പോകും. പിന്നെ പോയി കഴിഞ്ഞാൽ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും വന്ന് തുറക്കും. 5 മണിയാകുമ്പോൾ വിളക്ക് എത്തിക്കും. ഈ വഴിപാടൊക്കെ ആളുകൾ ഈ വസ്ത്രങ്ങളൊക്കെ നൽകുന്നുണ്ടോ? എല്ലാം ഉണ്ട്. പുള്ളിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആയുധമാണ് കൊടുവാള്. അത് വെച്ചല്ലേ ഈ പിന്നെ കടുവയെ കടിക്കുന്നത്, കടുവയെ വെട്ടുന്നത്. അപ്പോൾ ആ വെട്ടുന്ന അതിൻ്റെ ആ വാളാണ് അതിരിക്കുന്നത്. ഏതായാലും ഈ നാടിൻ്റെ ഒരു അധിപനായാണ് പാലൻ മൂപ്പനെ കാണുന്നത്. ഏതാണ്ട് 400 വർഷത്തിൽ അധികം പഴക്കമാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇങ്ങനെ പാലൻ മൂപ്പന് യാതൊരുവിധ ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി ക്ഷേത്രത്തിനുള്ളിലെ സാധാരണ നടക്കാറുള്ള ആചാരമോ തന്ത്രമോ മന്ത്രമോ ഒന്നുമില്ലാതെ ആർക്കും ഇവിടെ എന്ത് സങ്കടങ്ങളും പറയാൻ കഴിയും. അത് അവർക്ക് ഫലവത്തായി മാറും എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിശ്വാസം. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.